1980-കളിൽ തമിഴ്നാട്ടിലെ ഒരുപാട് ആക്രമണം നിറഞ്ഞ സ്ഥലമായി കരുതപ്പെട്ടത് തിരുനെൽവേലിയായിരുന്നു. അതും വളരെ പ്രധാനമായി തിരുനെൽവേലി കിഴക്ക് ഭാഗമായിരുന്നു. അതിനുശേഷമായിരുന്നു ആ ഒരു ഭാഗത്തെ തൂത്തുക്കുടി എന്ന് പേരൊക്കെ മാറ്റിയത്. ഇത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് പുതുതായി വരുന്ന IPS ഓഫീസർമാരെ അവിടേക്കായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ 1986 അനൂപ് ജയ്സ്വാൾ എന്ന ഒരു IPS ഓഫീസറെ തിരുനെൽവേലി കിഴക്ക് ഭാഗത്ത് പോസ്റ്റിംഗ് കൊടുക്കുന്നു. ഇതിനു മുൻപ് തന്നെ അയാൾ തമിഴ്നാട്ടിലെ മറ്റൊരു ഭാഗത്ത് ജോലി ചെയ്തിരുന്നു. അനൂപ് ആ ഒരു സ്ഥലത്തേക്ക് പോയ ഉടനെ അവിടെയുള്ള കുറ്റങ്ങളെക്കുറിച്ചും അവിടെയുള്ള പ്രധാന കുറ്റവാളികളെക്കുറിച്ചും എല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്തായിരുന്നു ധർമ്മരാജ് എന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റവാളിയെക്കുറിച്ച് അറിയുന്നത്. ഈ ധർമ്മരാജ് തമിഴ്നാട്ടിലെ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അയാൾ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ 25,000 രൂപ നൽകുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 1983-ൽ 25,000 രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നുമല്ല. ആ ഒരു തുക പറയാൻ കാരണം അതിനു മുൻപൊക്കെ തന്നെ അയാൾ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾ ചെയ്ത പല കുറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എടുത്തു പറയേണ്ടത് ഒരു പോലീസ് ഓഫീസറുടെ മരണമായിരുന്നു. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ആ പോലീസ് ഓഫീസറെ കൊല്ലുകയും 12 കഷ്ണങ്ങളായി വെട്ടി മുറിക്കുകയും ചെയ്തു. ധർമ്മരാജ് ആദ്യം അവന്റെ ജാതിയിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി അവൻ പല കുറ്റങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ ധർമ്മരാജനെ പോലീസ് തിരയാൻ തുടങ്ങിയ ഉടനെ അവൻ കാടുകളിൽ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവനെ പിടിക്കുന്നത് വളരെ പ്രയാസകരമായി മാറി. എന്തിന്? അവനെ കാണിച്ചു കൊടുക്കാൻ ആ ഗ്രാമത്തിലെ ജനങ്ങൾ വരില്ല. ജനങ്ങൾ എന്തിന്? ഗ്രാമത്തിലെ പോലീസ് പോലും വരില്ല. അത്രത്തോളം ഭയമായിരുന്നു എല്ലാവർക്കും അവനെ. അവന്റെ പല കേസുകളും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ പോലും ആയിട്ടില്ല. അവനിൽ രജിസ്റ്റർ ചെയ്ത കുറ്റങ്ങളെല്ലാം ട്രെയിനിലെ കള്ളക്കടത്ത് മാത്രമായിരുന്നു. കാരണം അതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഇവനെ അറിയാത്തവരായിരിക്കും. ഇരകൾക്കും ഇവനെ അധികം പരിചയം കാണില്ല. അതുകൊണ്ട് അവർ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കും. എത്രത്തോളം ജനങ്ങൾ ധർമ്മരാജനെ ഭയന്നു എന്ന് ചോദിച്ചാൽ, ആ കാലത്ത് 25,000 രൂപ റിവാർഡ് അറിയിച്ചിട്ടുകൂടിയും ആരും അവനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. പോലീസിന്റെ പക്കൽ അവന്റെ ഫോട്ടോ പോലും ആ സമയം ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അനൂപ് ഈ ഒരു സ്ഥലത്ത് ജോലിക്കായി വരുന്നത്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അനൂപും ഭാര്യയും മക്കളുമായി വീട്ടിൽ ആ ഒരു ലീവ് ദിവസം എൻജോയ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടാകും. ഒരു ട്രാഫിക് പോലീസ് അനൂപിന്റെ വീട്ടിലേക്ക് വന്നു. കൂടെ ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീ സാറിനെയാണ് കാണാൻ വന്നത്. ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. അവരുടെ പക്കൽ ചെറിയൊരു നോട്ട് ഉണ്ടായിരുന്നു. അതിൽ അനൂപിന്റെ പേരാണ് എഴുതിയിരുന്നത്. അത് കാണിച്ചാണ് ഓരോ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് വിവരമറിഞ്ഞ് ഈ അനൂപിന്റെ വീട്ടിലേക്ക് വന്നത്. അവർ പാരപ്പട്ടി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലുള്ളയാളാണ്. അവരുടെ ഭർത്താവ് ആർമിയിലാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് റിട്ടയർമെന്റ് വാങ്ങി നാട്ടിലേക്ക് വന്നയാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പിന്നീട് ആ നാട്ടിലേക്ക് കയറിയില്ല. ആ സമയത്തൊക്കെ ഇങ്ങനെ അമ്മയായിരുന്നു മക്കളെല്ലാം ഒറ്റയ്ക്ക് നോക്കിയത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി അവരുടെ വീട്ടിൽ മകൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു തുറസായ സ്ഥലത്തേക്കാണ് പോയത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്നത്തെ കാലത്ത് പോലും പല ഗ്രാമങ്ങളിലും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ അന്നത്തെ കാലം നമ്മൾ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അവർ പോകുമ്പോൾ ധർമ്മരാജു വന്ന് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു. ശരീരം മുഴുവനും മുറിവുകളോടുകൂടി കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വീട്ടിലേക്ക് വന്നു. ഇതെല്ലാം അനൂപിനോട് ആ അമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചു. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ധർമ്മരാജ് ഞങ്ങളുടെ ഗ്രാമത്തിലാണ് കുറെ ദിവസം കൊണ്ട് താമസിക്കുന്നത്. ഇന്നലെ രാത്രി എന്റെ മകളെയും ഉപദ്രവിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുമ്പോഴായിരുന്നു എന്റെ ബന്ധുക്കൾ അനൂപ് ജയ്സ്വാൾ എന്ന ഒരു ഓഫീസറെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് പല കിലോമീറ്റർ ദൂരത്ത് നിന്നും ഏകദേശം 80 കിലോമീറ്ററോളം കഴിഞ്ഞ് ഞാൻ സാറിനെ കാണാൻ വന്നതെന്നും പറഞ്ഞു. അനൂപിന് ആ സമയം വളരെ പ്രായം കുറവായിരുന്നു. എങ്കിലും ഈ ധർമ്മരാജ് ഇപ്പോൾ എവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അവൻ എത്രത്തോളം അപകടകാരിയാണെന്നും അറിയാം. ഇപ്പോൾ അനൂപ് ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർക്ക് കോൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് വളരെ സത്യസന്ധരായ ഓഫീസർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ അല്പസമയം ചിന്തിക്കുന്നു. പെരുമാൾ എന്നൊരു ഓഫീസറുണ്ട്, നിനക്ക് ആ ഒരു ഓഫീസർ തീർച്ചയായും ചേരുമെന്ന് പറഞ്ഞു. എന്നാൽ പെരുമാൾ ഏകദേശം 100 കിലോമീറ്റർ മാറിയാണുള്ളത്. ഈ ഒരു സംഭവം നടക്കുന്നത് 1986 വർഷമാണ്. ഇപ്പോഴുള്ളതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ല. ടെലികമ്മ്യൂണിക്കേഷൻ പോലും അത്ര സ്ട്രോങ് അല്ലായിരുന്നു. പോലീസിന്റെ പക്കലുള്ളത് വയർലെസ് മാത്രമായിരുന്നു. ഓരോ സ്റ്റേഷനിലും ഓരോ വയർലെസ് ഉണ്ടാകും. ഇപ്പോൾ അനൂപ് വയർലെസ്സിലൂടെ പറഞ്ഞത്, പെരുമാൾ ഉടൻ തന്നെ എൻ്റെ ഓഫീസിലേക്ക് വരണം. ബസ്സിലാണോ ടാക്സിയിലാണോ സൈക്കിളിലാണോ എങ്ങനെ വന്നാലും പ്രശ്നമില്ല.
എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഓഫീസിലേക്ക് വരണം എന്ന ഒരു അറിയിപ്പ് വയർലെസ് വഴി കൊടുക്കുന്നു. ഈ അറിയിപ്പ് കൊടുത്ത അടുത്ത സെക്കൻഡ് തന്നെ വീണ്ടും സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്ക് കോൾ ചെയ്യുന്നു. പെരുമാൾ അല്ലാതെ മറ്റേതെങ്കിലും ഓഫീസർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. മാരിമുത്തു എന്ന ഓഫീസറും സത്യസന്ധനാണ്, അവരെയും വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ കോവിൽപ്പട്ടിയിലുള്ള ഈ മാരിമുത്തു എന്ന ഓഫീസർക്ക് കോൾ പോവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്റെ ഓഫീസിലേക്ക് എത്തണമെന്നും അനൂപ് അറിയിപ്പ് കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക, അതൊരു സൺഡേ ആണ്, ലീവ് ദിവസമാണ്. ഏകദേശം 3 മണിയോടുകൂടി പെരുമാൾ അനൂപിന്റെ ഓഫീസിലെത്തി. പെരുമാൾ വരുന്നതിന് ചില മിനിറ്റുകൾക്ക് മുൻപ് തന്നെ മാരിമുത്തു ആ ഓഫീസിൽ എത്തിയിരുന്നു. ഈ സമയത്ത് അനൂപ് ചെയ്തത് മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറോട് ചോദിച്ചു. ആ സമയം തിരുനെൽവേലി പോലീസ് ഓഫീസറുടെ എല്ലാം ലിസ്റ്റ് എടുക്കുന്നു. പെരുമാളും മാരിമുത്തും വന്ന ഉടനെ അനൂപ് പറഞ്ഞത്, ധർമ്മരാജ് ഉള്ള സ്ഥലം നമുക്കറിയാം, അവനെ പാരിപ്പെട്ടിയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണം. മുഴുവൻ കോൺസ്റ്റബിൾസിന്റെയും ലിസ്റ്റ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ സെലക്ട് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ധർമ്മരാജനെ പിടിക്കണം, അവനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കണം. ഇതിന് പെരുമാൾ വളരെ ഭയത്തോടു കൂടി, സാർ അത് ഞങ്ങളുടെ ബോർഡറിലല്ല വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അനൂപ് മാരിമുത്തുവിനെ നോക്കി. മാരിമുത്തു തല കുനിഞ്ഞു നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് ഈ 2 ഓഫീസറും അനൂപിനെ നോക്കി പറഞ്ഞു, സാർ ഞങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ പിടിക്കാം എന്ന് പറഞ്ഞു. അനൂപ് തീർച്ചയായും സപ്പോർട്ട് ചെയ്യും, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പെരുമാളും മാരിമുത്തുവും ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിലുള്ള പേരുകളെല്ലാം വയർലെസ്സിലൂടെ പറയുന്നു. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അനൂപിന്റെ ഓഫീസിലേക്ക് വരണമെന്ന മെസ്സേജും കൊടുത്തു. ഇതിനിടയിൽ പെരുമാളും മാരിമുത്തുവും 50 വയസ്സുള്ള സ്ത്രീയോട് ചെന്ന് അന്വേഷിക്കുകയാണ്. അവരുടെ സ്ഥലം എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് വരുന്നത്, അവിടെ ധർമ്മരാജ് എവിടെയാണുള്ളത്, ഈ വിവരങ്ങളെല്ലാം ചോദിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് അവൾക്കൊരു പ്രശ്നം കാത്തിരുന്നത്. ഈ ധർമ്മരാജ് ഇപ്പോഴുള്ള സ്ഥലം മലകളും കാടുകളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ പോകാൻ റോഡുകളൊന്നും തന്നെ കാണില്ല. മോട്ടോർ വാഹനങ്ങളിൽ ആ ഗ്രാമത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാനും സാധിക്കില്ല. അങ്ങനെ മോട്ടോർ വാഹനങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ തന്നെ ധർമ്മരാജന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സൗണ്ട് കേൾക്കാൻ സാധിക്കും. കാരണം ആ നാട്ടിൽ അങ്ങനെ മോട്ടോർ വാഹനങ്ങൾ അധികം വരാറേയില്ല. പെട്ടെന്നൊരു ദിവസം ഒരു വാഹനം വരികയാണെങ്കിൽ അവന് മനസ്സിലാവുകയും ചെയ്യും, അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അവൻ ഒളിച്ചിരിക്കുന്ന ആ വീട്ടിൽ നിന്നും ഒരു 5 മിനിറ്റ് നടന്നാൽ മാത്രം മതി കാടെത്തും. ആ കാട്ടിലേക്ക് കയറി അവൻ രക്ഷപ്പെടും. ഈ ഒരു പ്രശ്നം എങ്ങനെ അവർ ശരിയാക്കിയെന്ന് ചോദിച്ചാൽ, മോട്ടോർ വാഹനത്തിൽ പോയാലല്ലേ പ്രശ്നം, ട്രെയിൻ വഴി പോയാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് തന്നെ 50 വയസ്സുള്ള സ്ത്രീയോട് അവിടെ എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അതൊരു ചെറിയ ഗ്രാമമാണ്, അവിടെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നാടിന് അടുത്തായിട്ടൊരു ട്രാക്ക് ഉണ്ട്, അതുവഴി ഒരുപാട് ട്രെയിനുകൾ പോകും, പക്ഷെ അവിടെ സ്റ്റേഷൻ ഒന്നുമില്ല. എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കോവിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വലിയ ടീം പോകുന്നു. ഏകദേശം ഒരു 20 പേരുണ്ടാകും. അങ്ങനെ പോയ ഉടനെ ഇപ്പോൾ ഉള്ള പോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ് അതുവഴി ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ സമയം പോകുമെന്നുള്ളത് അന്വേഷിക്കുന്നു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരും, അത് പാരിപ്പെട്ടി വഴിയാണ് പോകുന്നത്. ഏകദേശം രാവിലെ 5 മണിയോടുകൂടി പാരിപ്പെട്ടി ലൊക്കേഷനിലെത്തും. എന്നാൽ ഇവർ ആ കോവിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ സമയം 11 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ട്രെയിൻ പാരിപ്പെട്ടിയിൽ നിർത്താൻ സാധിക്കില്ല, അത് വലിയ പ്രശ്നമാകും, എൻ്റെ ജോലി തന്നെ നഷ്ടമാകും. അതുകൊണ്ട് ട്രെയിൻ അവിടെ നിർത്താൻ സാധിക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. അടുത്ത ചില മണിക്കൂറുകൾ കഴിഞ്ഞ് പാരിപ്പെട്ടി വഴി പോകുന്ന ഈ ഒരു ട്രെയിൻ വരുന്നു. ആ ട്രെയിനിൽ എല്ലാ ഓഫീസർമാരും കയറി. ഈ 50 വയസ്സുള്ള സ്ത്രീയും അതിൽ കയറുന്നു. ഈ സമയത്ത് മാരിമുത്ത് ചെയ്തത് ട്രെയിനിന്റെ എഞ്ചിൻ ഡ്രൈവറോട് സംസാരിക്കാൻ തുടങ്ങി. പാരിപ്പെട്ടി എത്തുമ്പോൾ മാത്രം അല്പമൊന്ന് പതുക്കെ പോകാമോ, ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതിന് ഡ്രൈവറും സമ്മതിക്കുന്നു. ഒരുപാട് പോലീസ് ഓഫീസർ ആ ട്രെയിനിന്റെ എഞ്ചിനിൽ തന്നെ കയറിയിരുന്നു. ഈ ഒരു മിഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യം, പെരുമാൾ മാരിമുത്തു ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റു കൂടെ വന്ന ഓഫീസർമാർക്കൊന്നും തന്നെ അറിയില്ല ഇവർ നേരിടാൻ പോകുന്നത്, കൊല്ലാൻ പോകുന്നത് ഈ ധർമ്മരാജനെയാണെന്ന്. അവർക്ക് ആവശ്യമായ ഈ ആയുധങ്ങൾ പോലും സപ്ലൈ ചെയ്തത് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു. ഈ ഒരു ടീമിന് മറ്റൊരു പ്ലാനും ഉണ്ടായിരുന്നു. ഈ ട്രെയിൻ വഴി പോയി ധർമ്മരാജിനെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ടീമായിരിക്കും, മറ്റൊരു ടീമിനെ അനൂപ് ഗൈഡ് ചെയ്യും. അനൂപ് നേരെ ആ ടീമിനെയും കൊണ്ട് കടമ്പൂരിലേക്ക് പോകും. അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ടാണ് ഈ പാരിപ്പെട്ടി വരുന്നത്. ആ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരത്തിലാണ് പാരിപ്പെട്ടി ഉള്ളത്. ഒരു പക്ഷേ ആദ്യത്തെ അറ്റാക്കിൽ ധർമ്മരാജ് രക്ഷപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കടമ്പൂരിലുള്ള അനൂപിന് വയർലെസ് വഴി ആ ഒരു അറിയിപ്പ് കിട്ടും. അയാൾ അയാളുടെ ടീമിനെയും കൊണ്ട് അകത്തേക്ക് വരും. ആ സമയത്ത് പാരിപ്പെട്ടി സൈഡിൽ നിന്നും കടമ്പൂർ ഭാഗത്തേക്ക് ഈ ടീം ധർമ്മരാജിനെ ഓടിച്ചു കൊണ്ടുപോകും. അവിടെയുള്ള ടീം ധർമ്മരാജിനെ പിടിക്കുകയും ചെയ്യും. ഇതാണ് പദ്ധതി. ഒരു പക്ഷേ ഈ ട്രെയിൻ വഴി പോകുന്ന ടീമിൽ നിന്നും ധർമ്മരാജ് രക്ഷപ്പെടുകയാണെങ്കിൽ അവർ പ്ലാൻ ചെയ്തതുപോലെ 5 മണിക്ക് ആ ഒരു ട്രെയിൻ പാരിപ്പെട്ടിയിൽ റീച്ചായി. അവിടെ എല്ലാവരും ഇറങ്ങുന്നു. ആ ട്രെയിനിലുള്ള എല്ലാവരും താഴേക്ക് ചാടാൻ തുടങ്ങി. ആ 50 വയസ്സുള്ള സ്ത്രീയും മറ്റു മാർഗമില്ലാതെ താഴേക്ക് ചാടുന്നു. ധർമ്മരാജിന്റെ വീട്ടിലേക്ക് ആ സ്ത്രീ പോലീസുകാരെ കൊണ്ടുപോകുന്നു. വളരെ ഭയത്തോടു കൂടി വളരെ ദൂരത്തിൽ നിന്ന് തന്നെ ആ വീട് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ടീമായി ധർമ്മരാജിന്റെ വീട്ടിലേക്ക് ഓടി പോകുമ്പോൾ തന്നെ
അകത്തുണ്ടായിരുന്ന ധർമ്മരാജന് കാര്യം മനസ്സിലായി. പുറത്ത് ഒരു നായ കുലയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ധർമ്മരാജും കൂടെ ഉണ്ടായിരുന്നയാളും ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി, കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി. ഈ രണ്ടുപേരിൽ ആരാണ് ധർമ്മരാജൻ ആർക്കും അറിയില്ല. ഇപ്പം പോലീസ് ഗ്രൂപ്പ് ചെയ്തത് ഈ രണ്ടുപേരെയും ഓടിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി. ഈ രണ്ടുപേരിൽ ഒരാളുടെ കയ്യിൽ നാടൻ ബോംബുണ്ടായിരുന്നു. അയാൾ ഓടുന്നതിനനുസരിച്ച് ആ ബോംബ് പുറകിലേക്ക് എറിയുന്നുണ്ട്. അതും ഒരു ചാക്ക് നിറയെ ബോംബുണ്ടായിരുന്നു. ബോംബ് എറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടീം പല സ്ഥലത്തേക്ക് പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇതിനിടയിൽ പല പോലീസുകാർക്ക് പരിക്കും കിട്ടി. ഈ സമയത്ത് കോൺസ്റ്റബിൾസിനൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് വളരെ പാടായിരുന്നു. വളരെ ദൂരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഈ ഒരു ശബ്ദം തന്നെ ഈ രണ്ട് കുറ്റവാളികൾക്കും സഹായകമായി. അതുപയോഗിച്ച് പോലീസ് എവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും രക്ഷപ്പെടാനും സാധിച്ചു. ഇപ്പോൾ വിജയ് എന്നൊരു കോൺസ്റ്റബിൾ അയാളുടെ റൈഫിൾ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് അവരെ നോക്കി പോകുന്നു. അവിടെയുള്ള മലകളിൽ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയെ ചുറ്റി പോകുമ്പോൾ ഈ സമയത്ത് പുറകിൽ നിന്ന് ആരോ ഒരാൾ അയാളുടെ നാടൻ തോക്കെടുത്ത് ഈ വിജയുടെ തലയിലേക്ക് വെച്ചു. അതിൻ്റെ ആ ഇരുമ്പ് മുന അയാളുടെ തലയിൽ കൊള്ളുന്നത് വിജയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരുന്നു. പുറകിലുള്ളയാൾ ആ തോക്കിന്റെ ട്രിഗർ അമർത്തുന്നു എന്നുള്ള കാര്യവും വിജയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ വിജയ് ചെയ്തത് അയാളുടെ കയ്യിലുള്ള 303 റൈഫിൾ എടുത്ത് അങ്ങനെ പതുക്കെ തിരിയുന്നു. അയാൾ തിരിയുന്നതിന് മുൻപ് തന്നെ പുറകിലുള്ളയാൾ വെടിവെക്കുന്നു. പക്ഷേ വിജയുടെ നല്ല കാലം ആ പിന്നിലുള്ളവന്റെ തോക്ക് നന്നായി പ്രവർത്തിച്ചില്ല. ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഉടൻ തന്നെ വിജയ് അയാളുടെ തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. അവന്റെ വായിൽ തന്നെ ബുള്ളറ്റ് കയറി ചെന്നു. ആ ഒരു സ്ഥലത്തു നിന്നും അവൻ താഴേക്ക് വീഴുന്നു. ഇവൻ ചരിഞ്ഞു വീഴുന്നത് കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഇവന്റെ കൂട്ടാളി കണ്ടിരുന്നു. അവൻ ഉടൻ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന നാടൻ ബോംബെടുത്ത് വിജയ്ക്ക് നേരെ എറിയാൻ തുടങ്ങി. എന്നാൽ അതിനു മുൻപ് തന്നെ മറ്റു പോലീസുകാരെല്ലാവരും ചേർന്ന് ആ നാടൻ ബോംബ് വച്ചിരുന്നയാൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. നാടൻ ബോംബ് ഒരു ചാക്കിൽ കൊണ്ടുപോയാൽ അതാരെന്ന് ചോദിച്ചാൽ ധർമ്മരാജന്റെ സഹോദരനാണ്. ആ നാട്ടിലെ ജനങ്ങളും ഈ 50 വയസ്സുള്ള സ്ത്രീയുമാണ് ഇവർ ആരൊക്കെയെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഇതിനുശേഷം ആ നാട്ടിലും നാടിനെ ചുറ്റിയുള്ള പല സ്ഥലങ്ങളിലും ധർമ്മരാജന്റെ മരണം ആഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു എൻകൗണ്ടർ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അനൂപ് ധർമ്മരാജനെയും കൂട്ടാളിയെയും രണ്ടുപേരെയും ജീവനോടെ അല്ല പിടിച്ചത്, പകരം രണ്ടുപേരെയും എൻകൗണ്ടറിലൂടെ കൊല്ലുകയായിരുന്നു. ഒരുപാട് പേർ പറഞ്ഞത് ഇതൊരു പക്ക എൻകൗണ്ടർ ആണ്. എന്നാൽ അനൂപ് ഉയർന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മരിച്ചതൊരു സാധാരണ വ്യക്തിയല്ല, അവനൊരു കുറ്റവാളിയാണ്. ഞങ്ങൾ അവനെ കൊല്ലുന്നതിന് ഒരു ദിവസം മുൻപ് പോലും അവനൊരു പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, അതേ സ്ഥലത്ത് വെച്ച് തന്നെ. ക്രിമിനൽ നടപടി ചട്ടം നമ്മളോട് എന്താണ് പറയുന്നത്? മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ യോഗ്യതയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവനെ കൊല്ലുക വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നിയമം പറയുന്നത്. അവനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചാൽ പോലും ഗവൺമെന്റ് പാരിതോഷികം നൽകും എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഇതിന് മേലധികാരികൾ പറഞ്ഞത്, അനൂപ്, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ പുതിയൊരു ഓഫീസറാണ്, നിനക്കൊന്നും തന്നെ അറിയില്ല. നീ പറഞ്ഞ നിയമമെല്ലാം നിന്റെ ട്രെയിനിങ്ങിൽ പേപ്പറിൽ വായിക്കുമ്പോൾ അതൊക്കെ വളരെ നന്നായി തോന്നും, എന്നാൽ പ്രാക്ടിക്കൽ അതൊന്നും വർക്കാവില്ല. നീ ഇപ്പോൾ കൊന്നല്ലോ 2 വ്യക്തികൾ, അവരുടെ ആളുകളെല്ലാം ഉയർന്ന അധികാരത്തിലുള്ളവരാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, ആരും വോട്ടിടില്ല. ഇപ്പോൾ ഒരുപാട് പ്രശ്നം വരും. ഇതിനൊക്കെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊക്കെ ആരും മറുപടി പറയും? ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി. നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നിന്റെ ടീമിലുണ്ടായിരുന്ന ചിലരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അനൂപിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവനെ വിശ്വസിച്ചാണ് പെരുമാളും മാരിമുത്തുവും വന്നത്. പെരുമാളിൻ്റെയും മാരിമുത്തുവിൻ്റെയും വാക്ക് വിശ്വസിച്ചാണ് മറ്റു കോൺസ്റ്റബിൾസ് എല്ലാം ജോലി ചെയ്യാനായി വന്നത്. അവർക്ക് ആരെ കൊല്ലാൻ പോകുന്നു എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ അനൂപ് ചെയ്തത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇൻസ്പെക്ടേഴ്സിനോട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് DGPക്കും DIGക്കും ഒരു ലെറ്റർ എഴുതി. ഈ ഒരു മിഷൻ ഓർഗനൈസ് ചെയ്തത് ഞാനാണ്. എൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ജോലി ചെയ്തത്. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്താൽ മതി. ഈ ഒരു മിഷന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് ഒരു ലെറ്റർ എഴുതി. ഇതിനുശേഷം ഈ ഒരു എൻകൗണ്ടർ ഒരു അന്വേഷണ കമ്മീഷനിലേക്ക് പോയി. ഈ ഒരു സമയത്തൊക്കെയായിരുന്നു ധർമ്മരാജന്റെ ഈ ഒരു മരണം ആ നാട് മുഴുവനും ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ ഒരു ആഘോഷങ്ങളൊക്കെ ന്യൂസ് മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ, എല്ലാവരും അറിയാൻ തുടങ്ങിയപ്പോൾ ആരെയും സസ്പെൻഡ് ചെയ്തില്ല. ഈ ഒരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കേസാണ്. വളരെ പെട്ടെന്ന് ഒരു മിഷൻ ഓർഗനൈസ് ചെയ്താൽ അത് എക്സിക്യൂട്ട് ചെയ്താൽ പോലും അതിനുശേഷം കുറേ പ്രശ്നങ്ങളുണ്ടാകും. ചില സമയങ്ങളിൽ അവർ വിചാരിച്ചാൽ പോലും ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ പോലും അതിനുശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇനി എത്ര നല്ല കാര്യം ചെയ്താൽ പോലും സമൂഹത്തിൽ അവർക്കായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുകയുമില്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.